ഇന്നെൻ്റെ വിശേഷം അല്ലേ. ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ ഞാൻ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോയി കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഷായുടെ രാവിലെ തന്നെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷായുടെ ഒരു കൊള്ളി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള കൊള്ളിയാട്ടോ. എല്ലാ വട്ടത്തെ പോലെ തന്നെ കൊള്ളി നമുക്ക് ഓരോ വട്ടം അത്ഭുതപ്പെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിയും പൂവും കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കവച് തളിച്ചു കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പച്ചക്കറികളുടെ ഇലയുടെ അടിയിലേക്കൊക്കെ ആയിട്ട് കേട്ടോ നമ്മുടെ കവച് തളിച്ചു കൊടുക്കുക. ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ കവച് തളിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഷായിട്ടും പറിച്ച കൊള്ളിയുടെ തറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ ഭാഗം ഒന്ന് ഒതുക്കിയൊക്കെ എടുത്തു കേട്ടോ. നമ്മുടെ കൊള്ളിത്തറികളുടെ വേസ്റ്റൊക്കെ കൊണ്ട് നമ്മളുടെ തെങ്ങിൻ്റെ കടക്കിലാട്ടോ. തെങ്ങിൻ്റെ കട മാന്തിയിട്ടുണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്നിട്ടു. പിന്നെ ഷായിട്ടും പറഞ്ഞ് പുല്ലൊക്കെ ചെത്തി കൊടുത്ത് വെറുതെ ഒന്ന് കളച്ചൊക്കെ നോക്കി നോക്കുമോ, ചിലപ്പോൾ മധുരക്കറികൾ കിട്ടുന്നു. കാരണം നമുക്ക് പറിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, തന്നെ പടർന്ന് വന്ന വള്ളികളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കും കൊത്തി കളിച്ചപ്പോൾ നോക്കി എനിക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് മധുരക്കറികളൊക്കെ കിട്ടിയിട്ടു. പിന്നെ നേരെ വീട്ടിൽ വന്ന് നമ്മുടെ ടൈസിൻ്റെ അടുത്ത് ഒന്ന് തൊട്ടു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോസയും ഉണ്ടാവണം മുട്ടും പൂവൊക്കെ കടിച്ച് തിന്നലാട്ടോ. പിന്നെ നമുക്ക് പാചകം ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി നിന്നു കേട്ടോ. ഇന്ന് എത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ